വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇത് അരവിന്ദ് ഇന്ന് 17-ാം തീയതിയാണ് ഓഗസ്റ്റ്. അവസാനം ഞാൻ രാഹുൽ ഭയ്യയുടെ വീട്ടിലെത്തി. വെറും 6 ദിവസം കൊണ്ടാണ് കൊച്ചിയിൽ നിന്ന് ഞാൻ ജമ്മു വരെ എത്തിയത്. സാധാരണഗതിയിൽ ആൾക്കാരും ഇത്രയും വേഗം വരാറില്ല. എൻ്റെ ഒരൊറ്റ റീസണാണ് എത്രയും വേഗം ലേയിലെത്തുക. സോ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്ത് കൊച്ചിയിൽ നിന്നാണ് ബാംഗ്ലൂർ, ഹൈദരാബാദ്, നാഗ്പൂർ കഴിഞ്ഞ് സിയോനി, പിന്നെ ഗ്വാളിയർ, അംബാല, അങ്ങനെ കഴിഞ്ഞ അവസാനം ജമ്മുവിൽ 6-ാം തീയതി ഞാനിപ്പോൾ സ്റ്റോപ്പ് ചെയ്തില്ല. ഇന്നൊരു ഞായറാഴ്ചയാണ്. സോ ഐ ആം ടേക്കിംഗ് എ സ്ട്രാറ്റജിക് ടൈം ഔട്ട് എടുക്കുകയാണ്. ഒരു ദിവസം ഫുൾ റെസ്റ്റ് എടുക്കുകയാണ്. ഗിയേഴ്സ് എല്ലാം വാഷ് ചെയ്യുകയാണ്. എന്തായാലും 6 ദിവസം നല്ലപോലെ മഴ നനഞ്ഞും പൊടിയടിച്ചാണ് ഞാനിവിടെ വരെ എത്തിയത്. സോ ടേക്കിംഗ് എ ബ്രേക്ക്. ഇന്നത്തെ ഒരു മെയിൻ ഇവൻറ്റ് രാഖി കെട്ടുക എന്നുള്ളത്. രക്ഷാബന്ധൻ 9-ാം തീയതി ആയിരുന്നു. പക്ഷേ അന്ന് വരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ദീദിയോട് പറഞ്ഞു, രാഖിക്കോ ഹോൾഡ് കർക്കെ റക്കോ മേ ഖുദ് ആവുങ്ക ജമ്മു. 2010 ഞാൻ ഇതുപോലെ ആദ്യമായിട്ട് വന്ന് ബൈക്ക് ഓടിച്ച് അന്ന് ഞാൻ പൂനെയിൽ ജോലി ചെയ്യുമായിരുന്നു. പൂനെയിൽ ഞാൻ അവരുടെ വീട്ടിൽ വണ്ടി ഓടിച്ച് ചെന്ന് ഇതുപോലെ ആദ്യമായിട്ട് രാഖി കെട്ടിക്കുകയായിരുന്നു. അപ്പം എല്ലാ വർഷവും അവരെനിക്ക് രാഖി അയച്ചു തരുമായിരുന്നു. ഞാൻ എവിടെയൊക്കെയായിരുന്നു ജോലി ചെയ്ത് അങ്ങോട്ടൊക്കെ എനിക്ക് അയച്ചു തരുമായിരുന്നു. ഈ വർഷം എനിക്ക് പിന്നെ ഒരു ചാൻസ് കിട്ടി. ഈ വഴി യാത്ര ചെയ്യുന്ന നേരത്ത് അവരിപ്പോൾ ജമ്മുവിൽ ജോലി ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വീടൊക്കെയാണിത്. സോ ഇവിടെ അവരിപ്പം സെറ്റിൽഡായി. സോ നൗ രാഖി കെട്ടിക്കേണ്ട സെറമണിക്ക് വേണ്ടി ദീദി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. എന്താ രാഖിക്കുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാണ്. അതാണ് അടുത്ത സെറമണി. അനിയനോ ചേട്ടനോ ഇതിൽ ഒരു പെങ്ങൾ രാഖി കെട്ടിക്കാൻ നേരത്ത് നമ്മൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണം. സോ നമ്മുടെ നാട്ടിലെ കസവ് കടയിൽ നിന്ന് ഞാനൊരു ചെറിയൊരു സെറ്റ് സാരി ചേച്ചിക്ക് ഗിഫ്റ്റായിട്ട് കൊണ്ടുവരുന്നു. മലയാളിയായ ഞാനൊരു സെറ്റ് സാരി ഒരു മഹാരാഷ്ട്രീയൻ സ്ത്രീക്ക് കൊടുക്കുകയാണ്. അതെനിക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ബിക്കോസ് അവരുടെ ഒന്നും സമ്പ്രദായത്തിൽ ഈ വെളുത്ത സാരി അണിയുക എന്നുള്ളത് ഒരു നല്ല കാര്യമായിട്ടല്ല അവർ വിചാരിക്കുന്നത്. പക്ഷേ സെറ്റ് സാരി ഞാൻ കുറച്ച് ഡിസൈനർ വെറൈറ്റിയിൽ അത് ഇപ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി ചേച്ചിക്ക് അത് ഇഷ്ടപ്പെട്ടു. വെരി ബിഗ് ഇമ്പോർട്ടൻറ്റ് പ്രഷ്യസ് മൊമെൻറ്റ് ഇൻ മൈ ലൈഫ്. കാരണം ഇത്രയാണ്, ഞാൻ 15 വർഷം കഴിഞ്ഞിട്ടാണ് നേരെ വന്ന് രാഖി കയ്യിൽ കെട്ടിക്കുന്നത്. ആസ് പെർ ഡേറ്റ് തെറ്റി, പക്ഷെ എന്നാലും കുഴപ്പമില്ല. നീണ്ട 15 വർഷങ്ങൾക്ക് ശേഷം ആ നിമിഷം എത്തിച്ചേർന്നു. ദീദിയുടെ കൈ കൊണ്ട് തന്നെ രാഖി കെട്ടിച്ചു. മേ ബി ഈ ലഡാക്ക് റൈഡിലെ ഏറ്റവും മോസ്റ്റ് മെമ്മറബിൾ മൊമെന്റ്. എല്ലാ വർഷവും ആമസോൺ വഴി ഗിഫ്റ്റ് അയച്ചിരുന്ന ഞാൻ ഈ വർഷം വണ്ടി ഓടിച്ച് തന്നെ അവരുടെ വീട്ടിൽ വന്ന് ഗിഫ്റ്റ് നൽകിയത് എന്താണെന്നറിയില്ല, ഒരു പ്രത്യേകതര ആത്മസംതൃപ്തി ഉണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന കൊച്ചു ശൗര്യയ്ക്ക് അതിൽ പങ്കുചേരാതിരിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഞാനെന്തിനെ നിരസിക്കണം? ഗിഫ്റ്റ് തുറന്ന് നോക്കിയതിന് ശേഷം ദീദിയുടെ മുഖത്തെ ആ ചിരി. ഈ നിമിഷം യാത്ര മതിയാക്കി തിരിച്ച് നാട്ടിൽ പോയിരുന്നെങ്കിൽ ഒട്ടും ഖേദിക്കേണ്ടി വരില്ലായിരുന്നു. ചില ബന്ധങ്ങൾ ഇങ്ങനെയാണ്, അവ വാക്കുകൾക്കതീതമാണ്. സമയം 1:49 ഭയ്യയുടെ വീട്ടിൽ നിന്ന് ഞാൻ ഒരു കടയിലേക്ക് പോവാണ്. വണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. വണ്ടി ഫുൾ ഇന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി നല്ല ടോപ്പ് കണ്ടീഷനിലാക്കി. അതുമാത്രമല്ല, നമ്മുടെ ചെയിൻ ലൂബും അടിച്ചിട്ടുണ്ട് ഇതിനകത്ത്. നാളെയും ഒരിക്കൽ കൂടെ ഞാൻ ചെയിൻ ലൂബ് അടിക്കും. ഇത് ഈ യൂസ് ചെയ്യുന്ന വൈറ്റ് ലൂബ് കാരണം വേഗം ഡ്രൈ ആവും. അപ്പം അതിനകത്ത് ലൂബ് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഇനി ഭയങ്കരമായി ലൂസായിരുന്നു, വളരെയധികം ലൂസായിരുന്നു. അതൊക്കെ ഞാൻ നല്ലപോലെ ഒന്ന് ടൈറ്റ് ചെയ്യിപ്പിച്ച് ഒരാൾ മെക്കാനിക്കിനെയൊക്കെ വിളിച്ച് ഒന്ന് ഒരിക്കൽ കൂടെ ജസ്റ്റ് ഒരു ക്ലീനിങ് വർക്ക് ചെയ്ത് നമ്മുടെ വണ്ടി നാളത്തേക്കുള്ള റൈഡിന് ഫുള്ളി റെഡി ആയിരിക്കും. ക്ലൗഡ് ബേസ്റ്റിൻ്റെ മൾട്ടിപ്പിൾ വാർണിങ്സ് വന്നിട്ടുണ്ട് എനിക്ക് ഇന്നത്തെ ഒരു ദിവസം തന്നെ. 80% ആണ് പ്രസിപ്പിറ്റേഷൻ വാർണിംഗ്, അതായത് മഴയുടെ വാർണിംഗ് ഇൻ ശ്രീനഗർ. എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല. നാളെ ഞങ്ങൾ നേരെ റോഡിൽ ഇറങ്ങും. ഇപ്പോൾ തൽക്കാലം ഒരു ഗ്ലൗസ് വാങ്ങിക്കണം. നമ്മുടെ 2 കയ്യിലിടുന്ന ഗ്ലൗസ്, ഒരു കയ്യിലെ ഗ്ലൗസ് പറന്നുപോയി. ഞാൻ ജസ്റ്റ് ടാങ്കിന് മേളിൽ വെച്ചിരിക്കുകയായിരുന്നു, പറന്നുപോയി. അത് പുതിയൊരു ഗ്ലൗസ് സെറ്റ് വാങ്ങിക്കണം. സോ സമയം ഇപ്പം ഓൾമോസ്റ്റ് 6 മണിയായി വൈകിട്ട്. ഇന്ന് ഞാൻ കുറച്ച് ടൈം എടുത്ത് ഞാൻ വെളിയിൽ പോയിട്ട് 1-2 കാര്യം ചെയ്യാൻ നോക്കി. ഹെൽമെറ്റിൻ്റെ ചില കാര്യങ്ങളൊക്കെ പൊളിഞ്ഞിരിക്കുമായിരുന്നു, അപ്പോൾ അത് റിപ്പയർ ചെയ്യാൻ നോക്കി. അതുമാത്രമല്ല, പിന്നെ
ഒരു എക്സ്ട്രാ ഗ്ലൗസിൻ്റെ പെയർ വാങ്ങിക്കണം എന്ന് ചോദിച്ചു. പക്ഷേ ഇന്ന് സൺഡേ ആയതുകൊണ്ട് മിക്ക കടയും ജമ്മുവിലെല്ലാം അടച്ചിരിക്കുകയാണ്. സാധാരണ ഇന്ത്യയിലുള്ള എല്ലാ നഗരങ്ങളിലുള്ള പോലെ തന്നെയാണ് ഇവിടുത്തെയും പ്രശ്നം. കുഴപ്പമില്ല, തിരിച്ചു വന്ന് ഞാനിപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്ത് ശരിയാക്കാം. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ലേ ഡിസ്ട്രിക്റ്റ് നമ്മൾ കയറുവാണെങ്കിൽ പെർമിറ്റ് എടുക്കണം. സോ ഐ ജസ്റ്റ് ഷോ യു ഹൗ ഇറ്റ് ഇസ്. സോ നമ്മൾ പോകേണ്ട വെബ്സൈറ്റിൻ്റെ പേരാണ് LAHDCLEH permit.in. അതിൻ്റെ രജിസ്റ്റർ ആസ് ഡൊമസ്റ്റിക്. ഇത് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഫൈനലി ഒരു പേജ് വരും. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു ഡീറ്റെയിൽസ്, ആൻഡ് ദെയർ ആഫ്റ്റർ രജിസ്റ്റർ ക്ലിക്ക് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യുന്നു. പേയ്മെൻറ്റ് ഡയറക്റ്റ്ലി ചെയ്യാം, ഇല്ലെങ്കിൽ ത്രൂ എൻ ഏജൻറ്റ് ആണെങ്കിൽ ഏജൻറ്റ് ചെയ്യാം. ഞാൻ ഡയറക്റ്റ്ലിയാണ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് മൂവ് വിത്ത് ദ പ്രൊസീജിയർ. ആ രജിസ്റ്റർ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന നെക്സ്റ്റ് പേജാണ് ചൂസ് ദ ഡെസ്റ്റിനേഷൻ. നമ്മൾ എവിടേക്കാണോ ഡെസ്റ്റിനേഷൻസ് പോകാൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ നമ്മൾ ചൂസ് ചെയ്യണം. സോ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഉംലിംഗ്ല, ദ മോസ്റ്റ് ഫേമസ് ഉംലിംഗ്ലയിൽ പോയേ പറ്റും നമ്മൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉംലിംഗ്ല ക്ലിക്ക് ചെയ്യുകയാണ്. പിന്നെ സിയാച്ചിൻ ബേസ് ക്യാമ്പ് 100% പോകുന്നുണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. ഡെംചോക്കി ഞാൻ പോകുന്നുണ്ട്, ക്ലിക്ക് ചെയ്യുക. അതുപോലെ എവിടെയൊക്കെ നമ്മൾ പോകുന്നുണ്ടോ അവിടെയൊക്കെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഞാൻ ആദ്യം ക്ലിക്ക് ചെയ്തിട്ട് then will get back. സോ ഞാൻ പോകാൻ പോകുന്ന സ്ഥലങ്ങളൊക്കെ ജസ്റ്റ് മാർക്ക് ഔട്ട് ചെയ്തു. എന്തൊക്കെയാണ് സ്ഥലങ്ങളുള്ളത് നാളത്തെ വീഡിയോ കാർഗിലിരുന്ന് ഞാൻ പറയാം, എവിടേക്കാണ് ഞാൻ ആക്ച്വലി പോകാൻ പോകുന്നത്. വിത്ത് എ മാപ്പ് അത് ഞാൻ ബ്രീഫ് ചെയ്യാം. ബട്ട് ഫോർ ദ ടൈം ബീങ് ഇപ്പോൾ നമ്മൾ അറിയേണ്ട ഇത്രയേ ഉള്ളൂ. എല്ലാം ആക്ച്വലി സെലക്ട് ചെയ്യുക, ഒന്നുപോലും വിടണ്ട, എല്ലാം നമ്മൾ സെലക്ട് ചെയ്യുക. ലൈക്ക് ഐ ആം ഡൂയിങ്. ബിക്കോസ് പെർമിറ്റ് കൊടുക്കുമ്പം ഇന്ന സ്ഥലത്തിന് ഇത്ര കാശിനൊന്നുമില്ല. എല്ലാം സെലക്ട് ചെയ്യുക. നമ്മളവിടെ പോയിട്ട് ഏത് റൂട്ടിലാണ് എപ്പോൾ പോകുന്നതെന്ന് അറിയത്തില്ല എന്നുള്ള വിധത്തിൽ പ്ലാൻ ചെയ്യുക. ഇവൻ ദോ ഇഫ് യു ഹാവ് എ ഗുഡ് പ്ലാൻ, എന്നാൽ പോലും നമ്മൾ നല്ലൊരു സ്മാർട്ടായിട്ടുള്ള മൂവ് ആയിരിക്കും. എല്ലാം സെലക്ട്. ഇപ്പം ഞാനിപ്പോൾ എല്ലാം സെലക്ട് ചെയ്തു. 23 ഡെസ്റ്റിനേഷൻസ് ഉണ്ട് ലഡാക്ക് സർക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 23 ഞാൻ സെലക്ട് ചെയ്തു. അതിൻ്റെ എനിക്കുള്ള റെഫറൻസ് അരവിന്ദ് മോഹൻ കേരള, എൻ്റെ ID എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ബിഗ് ഡേറ്റ് ഓഫ് ബിഗിനിങ് ജേർണി. ഇന്ന് 17-ാം തീയതിയാണ്. നാളെ 18-ാം തീയതി ആയിരിക്കും ഞാൻ അവിടെ എത്താൻ പോകുന്നത് ഫോർ ലഡാക്കിൽ. സോ ഇപ്പം ഡേറ്റ് 17-ാം തീയതിയാണ്. നാളെ ഞാൻ കാർഗിലിൽ, 19-ാം തീയതി ഞാൻ ലേയിലെത്തും. സോ ലേയിലെത്തി ഞാൻ 20-ാം തീയതി ഞാൻ ഒരു ഡേ ഓഫ് റെസ്റ്റ് എടുക്കാൻ പോവുകയാണ്. 21st തൊട്ടാണ് എൻ്റെ ജേർണി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ലഡാക്കിൽ. സോ അത് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഡേറ്റ് ഓഫ് ഡിപ്പാർച്ചർ അന്ന് തൊട്ട് ഞാനൊരു 10 ദിവസം, അതായത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10-ാം തീയതി 30-ാം തീയതി വരെയുള്ള ബുക്കിംഗ് ഞാൻ എടുക്കുകയാണ്. സോ ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറേ സെൽഫ് ഡിക്ലറേഷൻ വരും. ഐ ജസ്റ്റ് ഷോ യു. നിങ്ങൾ തന്നെ നോക്കുക, ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് കൈ വെച്ചു. കണ്ടതിന് ശേഷം ഇത് ജസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുക. സോ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പം ബാക്കി വരാൻ പോകുന്നതാണ് ഇത്രയും വലിയൊരു ലിസ്റ്റ്. അതായത് 23 സ്ഥലങ്ങളിൽ പോകണം. എൻ്റെ ഡേറ്റ് ഓഫ് ബിഗിനിങ് ജേർണി 21st ആണ്. ജസ്റ്റ് ഡിപ്പാർച്ചർ ഡേറ്റ് 30th ആണ്. പിന്നെ എൻ്റെ പേരും എൻ്റെ ID കാർഡ് ഡീറ്റെയിൽസും അവസാനം ഒരു 400 രൂപയുടെ പേയ്മെൻറ്റ് നമ്മൾ ചെയ്യണം. സോ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് പേ നൗ ചെയ്യുക. പേ നൗ ചെയ്യുമ്പോൾ നമുക്ക് ഗൂഗിൾ പേ വഴി ചെയ്യാം, അല്ലെങ്കിൽ ഈ റേസർ പേ കാർഡ് വഴിയും ചെയ്യാം. സോ ഈ പേജ് വരുമ്പോൾ ഫൈനലി ജസ്റ്റ് ക്രെഡിറ്റ് കാർഡ് ക്ലിക്ക് ചെയ്യുക, ഡെബിറ്റ് കാർഡ് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ UPI ആണെങ്കിൽ UPI ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനെയാണോ ചെയ്യാൻ ഇഷ്ടം ചെയ്യുക. ക്രെഡിറ്റ് കാർഡിന് ഒരു ചെറിയൊരു 3 രൂപയുടെ കൺവീനിയൻസ് ഫീസ് ഉണ്ട്. ഡെബിറ്റ് കാർഡാണെങ്കിൽ 1 രൂപ 36 പൈസയാണ്. നെറ്റ് ബാങ്കിങ് ഫ്രീ ആണ്, UPI ഫ്രീ ആണ്. ഞാൻ ക്രെഡിറ്റ് കാർഡ് പേയ്മെൻ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. സോ ഐ വിൽ ഡു ദ പേയ്മെൻറ്റ് ആൻഡ് ഗെറ്റ് ബാക്ക്. സോ അങ്ങനെ ഫൈനലി ഞാൻ പേയ്മെൻറ്റ് ചെയ്തു. ഫൈനലി പേയ്മെൻറ്റ് ചെയ്തപ്പം 407 രൂപയോളമായി. ദാറ്റ്സ് ഇറ്റ്. പേയ്മെൻറ്റ് സക്സസ്ഫുൾ. പേയ്മെൻറ്റ് സക്സസ്. ഓക്കെ. പേയ്മെൻറ്റ് സക്സസ്ഫുള്ളി റിസീവ്ഡ്. വെരി നൈസ്. ഇത്രയേ ഉള്ളൂ. ഇത് ജസ്റ്റ് പ്രിൻറ്റ് ചെയ്യുക. പ്രിൻ്റ് കൊടുക്കുമ്പോൾ എന്താ ഫയലിൽ സേവ് ആവും. ഓപ്പൺ ഫയൽ ചെയ്യുക. ഫുൾ പെർമിറ്റ് ആയിട്ടുണ്ട്. ഇതങ്ങടെ ഞങ്ങൾ പ്രിൻ്റ് അടിക്കുക. എന്നിട്ട് നേരെ കൈ വെച്ചുകൊണ്ട് കൊണ്ടുപോവുക. ടാങ്ക് ബാഗിലോ അല്ലെങ്കിൽ എവിടെയാണോ നമ്മുടെ ജാക്കറ്റിനകത്തോ എവിടെയെങ്കിലും വെച്ചാൽ സൂക്ഷിച്ച് ചെയ്ത് വെക്കുക. പ്രിൻ്റഡ് സാധനം തന്നെ കൊണ്ടുപോകണം. ഫോണിനകത്ത് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. പക്ഷേ അങ്ങനെയല്ല ചെയ്യാൻ പറ്റുന്നെങ്കിൽ ദെൻ ഡെഫിനറ്റ്ലി ക്യാരി ഹാർഡ് കോപ്പി. ഞാനിപ്പോൾ പ്രിൻ്റ് എടുക്കും. ദാറ്റ്സ് ഇറ്റ്. സോ ഗൈസ്, ഇന്ന് ഇത്രയേ ഉള്ളൂ. നല്ലൊരു രക്ഷാബന്ധൻ സെറമണി കഴിഞ്ഞു. പിന്നെ നമ്മൾ ജമ്മു സിറ്റിയിൽ പോയി ഹെൽമെറ്റിൻ്റെ കടയൊക്കെ കണ്ടുപിടിക്കാൻ നോക്കി. അത് അവസാനം പാടിപ്പോയി. വണ്ടി ക്ലീൻ ചെയ്ത് ഫുള്ളി റെഡിയാക്കി നാളത്തെ യാത്രയിലേക്ക് ഫുള്ളി റെഡിയാണ്. മഹായാത്രയാണ്, അതായത് ശരിക്കുള്ള യാത്രയാണ്. അതിന് നമ്മൾ റെഡിയാണ്. ലേ പെർമിറ്റും എടുത്തു. സോ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ റെസ്റ്റിംഗ് ഡേ ആയിരുന്നു. ഞാൻ റിലാക്സ് ചെയ്ത് കിടന്ന് ഉറങ്ങി. കുറച്ച് ടൈം എടുത്തു. താന്ന ലഗേജും തുണികളും പാക്ക് ചെയ്ത് എല്ലാ സാധനവും കുത്തിയിരുന്ന് കഴുകിയെടുത്തു. ഇതൊക്കെയാണ് ഇന്നത്തെ പണി. സോ നാളെ നമുക്ക് റോഡിൽ കാണാം. ടു ശ്രീനഗർ ആൻഡ് കാർഗിൽ ടു. ബൈ.